ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റെസ്റ്റിലുള്ള ഫ്ലൂയിഡുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കില്ലാത്ത ഫ്ലൂയിഡ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ബീക്കറിലോ എടുക്കുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡുകൾക്ക് എന്തുണ്ടാകത്തില്ല? ഒഴുക്ക് ഉണ്ടാകത്തില്ല. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിലോട്ട് നമ്മളൊരു സർഫസിനെ ഇറക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു സർഫസ് ഈ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഈ സർഫസിലോട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസിലോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സർഫസിന് നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പ്രഷർ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ഈ ടോട്ടൽ പ്രഷർ, ഈ പ്രഷറിനെ എല്ലാം കൂടെ, ഇതിനെ ആക്ട് ചെയ്യുന്ന ഈ പ്രഷറിൻ്റെ എഫക്റ്റ് എല്ലാം കൂടെ നമുക്ക് ഈ ബോഡിയുടെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ലിക്വിഡിലോട്ട് നമ്മളൊരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ലിക്വിഡിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിലോട്ട് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറുമാണ് നമ്മളിനി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, അതിനകത്തോട്ട് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പ്ലെയിൻ സർഫസിനെ ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് തിരിക്കാൻ പറ്റും. എന്നിട്ട് ഇതിലെ ഒരു സ്ട്രിപ്പിനകത്തുള്ള ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ഏരിയയ്ക്കകത്തുള്ള ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ സ്ട്രിപ്പിനകത്തുള്ള ടോട്ടൽ പ്രഷറാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് എടുത്തു. ഈ സ്ട്രിപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് DH ആണ്. ഈ സ്ട്രിപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് B ആണ്. ഈ സ്ട്രിപ്പ് നിലനിൽക്കുന്നത് ഫ്രീ സർഫസിൽ നിന്നും H ഹൈറ്റ് മാറിയിട്ടാണ് ഈ സ്ട്രിപ്പ് നിൽക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ നോക്കാം. പ്രഷർ എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρGH ആണ്. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴിയാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് ലാ വഴിയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ρGH എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മളിലുണ്ട് ρGH. അപ്പോൾ നമുക്ക് വേണ്ടത് ചെറിയ സ്ട്രിപ്പിൻ്റെ പ്രഷറാണ്, അതായത് ഈ ഒരു ചെറിയ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് DF എന്ന് എടുക്കാം. DF എന്ന് നമ്മളെടുത്തു. പ്രഷർ എന്ന് പറയുന്നത് ρGH എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയയാണ്. ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ് ഏരിയ. B എന്ന് പറയുന്നത് വീതി, DH എന്ന് പറയുന്നത് ഹൈറ്റ്. അപ്പോൾ B ഇൻറ്റു DH എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏരിയ. അത് നമ്മൾ DA എന്നാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ DF എന്ന് പറയുന്നത് ρ ഇൻറ്റു G ഇൻറ്റു H ഇൻറ്റു B ഇൻറ്റു DH എന്ന് കിട്ടും. ഇത് എന്തിൻ്റെതാണ്? ആ ചെറിയ സ്ട്രിപ്പിൻ്റെ ഫോഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഏരിയയുടെ ടോട്ടൽ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം, അതായത് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ F എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ DF. അപ്പോൾ ഇൻ്റഗ്രൽ ഈ ഇക്വേഷൻ ρ ഇൻറ്റു G ഇൻറ്റു H ഇൻറ്റു B ഇൻറ്റു DH. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, G എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുത്തിട്ട് ഈ H ഇൻറ്റു B ഇൻറ്റു DHനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും.
ഇനി എച്ച് ഇൻറ്റു ബി ഇൻറ്റു എച്ചിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത്, ഇതിൽ ഈ ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത് ഡി എ ആണ്, ആ ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എച്ച് ഇൻറ്റു ഡി എ എന്ന് കിടക്കുന്നു. ഈ എച്ച് ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ദ സർഫസ് ഏരിയ എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിന് എബൌട്ടായിട്ട് ഈ ഒരു ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയയുടെ മൊമെൻ്റാണ് നമുക്ക് കിട്ടിയത് ആ ഇക്വേഷൻ വഴി. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ ഒരു വലിയ ഏരിയയുടെ ഫ്രീ സർഫസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഏരിയനെ, ടോട്ടൽ ഏരിയനെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഏരിയയുടെ മൊമെൻറ്റ് കിട്ടുന്നത്. അപ്പം ഇതെങ്ങനെ വരും? ഏരിയ ഓഫ് ദ സർഫസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ഫ്രീ സർഫസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ ഇക്വേഷനെ യഥാർത്ഥത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഈ ഇക്വേഷൻ എന്താണ് തരുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എച്ച് ഇൻറ്റു ഡി എ എന്ന് പറയുന്ന ഇക്വേഷൻ തരുന്നത് ഈ ഒരു ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയയുടെ മൊമെൻറ്റ്, ഫ്രീ സർഫസിൽ നിന്നുള്ള മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ഏരിയയുടെ മൊമെൻറ്റ്, ഫ്രീ സർഫസിൽ നിന്നുള്ള മൊമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഈ ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെ ഗുണിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ടോട്ടൽ ഏരിയയുടെ മൊമെൻറ്റ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എ എന്ന് പറയുന്നതാണ് ഈ വലിയ സർഫസിൻ്റെ ഏരിയ, എച്ച് ബാർ എന്ന് പറയുന്നതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പം എഫ് എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ എന്ന് കിട്ടും. ഇതാണ് ആ ടോട്ടൽ ഏരിയയുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇതിൽ റോ എന്ന് പറയുന്നത് വെള്ളം ആണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m3 ആണ്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്, അത് 9.81 m/s² ആണ്. ഇവിടെ നമ്മൾ ഈ ഫോഴ്സ് ന്യൂട്ടൺ എന്ന് പറഞ്ഞാണ് യൂണിറ്റ് കൊടുക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്, എച്ച് സ്റ്റാർ. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കലി സബ്മർജ്ഡ് ബോഡിയുടെ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഫോഴ്സുകളെല്ലാം കൂടെ ഒരൊറ്റ പോയിൻറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. ആ പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ആ സെൻറ്റർ ഓഫ് പ്രഷർ ആക്ട് ചെയ്യുന്നത് ഫ്രീ സർഫസിൽ നിന്നും എച്ച് സ്റ്റാർ എന്ന് പറയുന്ന ഹൈറ്റ് താഴെയായിട്ടാണ്. അപ്പോൾ ഈ എച്ച് സ്റ്റാറിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന തത്വം ഉപയോഗിച്ചിട്ടാണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇൻറ്റു ഈ എച്ച് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് കൊണ്ട് ഈ ഫോഴ്സിനെ ഗുണിക്കുമ്പോഴാണ് ഈ ഫോഴ്സ് മൊമെൻറ്റ് കിട്ടുന്നത്. ഈ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സാണ്. ഈ ഫോഴ്സിന് കുറേ കമ്പോണൻറ്റ് ഫോഴ്സുകൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും, ചെറിയ കമ്പോണൻറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കാം. ആ ഫോഴ്സ് ഈ ഒരു സർഫസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ആ ഫോഴ്സുകൾക്ക് ഓരോ മൊമെൻ്റ് ഉണ്ടാവും. ആ മൊമെൻറ്റുകളുടെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റിന് ഈക്വലായിരിക്കും എന്നുള്ളതാണ് ആ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. അപ്പം ഫ്രീ സർഫസിന് എബൌട്ടായിട്ട് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എച്ച് ആണ്. അതായത് ഈ സെൻറ്റർ ഓഫ് പ്രഷറിൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ എഫ് ആക്ട് ചെയ്യുന്നത് ഫ്രീ സർഫസിൽ നിന്ന് എച്ച് സ്റ്റാർ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ ആയിരിക്കും ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡി എഫ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡി എഫ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ഡി എഫ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഡി എഫ് ഇൻറ്റു ഈ സ്ട്രിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്, ഡി എഫ് ഇൻറ്റു എച്ച് ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് ആക്ടിങ് ഓൺ ദ സ്ട്രിപ്പ് എബൌട്ട് ദ ഫ്രീ സർഫസ് എന്ന് പറയുന്നത് ഡി എഫ് ഇൻറ്റു എച്ച് ആണ്.
ഇനി ഡി എഫ് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഡി എഫ് എന്താണെന്ന്. ഡി എഫ് എന്ന് പറയുന്നത് റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കും. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു ഇ എച്ച്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ചെറിയ സ്ട്രിപ്പ് ഏരിയയുടെ ഫോഴ്സിൻ്റെ മൊമെൻ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഹോൾ ഏരിയയുടെ കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താലേ മുഴുവൻ ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു എച്ച്. ഇതിൽ നേരത്തെ പോലത്തെ പോലെ തന്നെ റോയും ജിയും കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എച്ച്. ഇപ്പോൾ റോയും ജിയും കോൺസ്റ്റൻ്റ് വെളിയിലിറക്കി ബി ഇൻറ്റു എച്ചിന് നമ്മൾ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച് എന്ന് എടുത്തു. അപ്പോൾ ഈ എച്ച് ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്ന ഏരിയയാണ്. നമ്മളിപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്നതാണ് ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ. ഈ ബി ഇൻറ്റു ഡി എച്ചിൻ്റെ സ്ഥാനത്ത് ഡി എ എന്ന് കൊടുക്കും. അപ്പോൾ റോ ജി ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ. അപ്പോൾ നമ്മൾ ഈ ഡി എനെ വീണ്ടും ബി ഇൻറ്റു ഡി എച്ച് തന്നെ ആക്കി ഇൻ്റഗ്രൽ ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ബി എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് എബൌട്ട് ടു ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അതായത് ഈ സർഫസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഈ ഒരു സർഫസിൻ്റെ ഫ്രീ സർഫസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയ ഈ ഇൻ്റഗ്രൽ ബി എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്നെടുത്തു? I0 എന്നെടുത്തു. അപ്പോൾ സം ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ദ ഫ്രീ സർഫസ്. അപ്പോൾ ഇതേ കണക്കുള്ള കുറേ സ്ട്രിപ്പുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഫ്രീ സർഫസിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റുകളുടെ സം എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു I0 ആണ്. അതായത് നമുക്ക് ആ ഇൻ്റഗ്രൽ ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എച്ച് എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രൽ ആയിട്ട് കിട്ടിയതാണ് നമുക്കെന്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സർഫസ് എന്ന് പറയുന്നത്. നമ്മൾ I0 ആയിട്ട് എടുത്തു. റോ ഇൻറ്റു ജി ഇൻറ്റു I0 എന്നാണ് അതിനെ നമ്മൾ എടുത്തത്. അപ്പം നമുക്കിത് രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ എഫ് ഇൻറ്റു എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഫോഴ്സിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? റോ ഇൻറ്റു ജി ഇൻറ്റു I0യ്ക്ക് ഈക്വലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാറാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു. എഫിൻ്റെ ഇക്വേഷൻ റോ ഇൻറ്റു ജി ഇൻറ്റു എ എച്ച് ബാർ എന്ന് പറയുന്നത് അത് നമ്മളിവിടെ കൊടുക്കും. റോ ഇൻറ്റു ജി ഇൻറ്റു എ എച്ച് ബാർ എന്ന് കൊടുക്കും. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ എഫിൻ്റെ സ്ഥാനത്ത് ഈ റോ ഇൻറ്റു ജി ഇൻറ്റു എ എച്ച് ബാർ കൊടുക്കാം. റോ ഇൻറ്റു ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ ഇൻറ്റു ഈ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു I0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ നമുക്ക് എടുക്കാം. എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ഇൻറ്റു I0 ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു എ എച്ച് ബാർ. അപ്പോൾ ഇതിൽ ഈ റോ ഇൻറ്റു ജിയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ I0 ബൈ എ എച്ച് ബാർ എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ വേറൊരു തിയറം എടുക്കും. തിയറം ഓഫ് പാരലൽ ആക്സിസ് പ്രകാരം I0യ്ക്ക് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. IG പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു സർഫസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഏതെങ്കിലും ആക്സിസിന് എബൌട്ടായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രോ
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഈ ആക്സിസിന് ഇപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ സർഫസാണ് അതിൻ്റെ ആക്സിസ് ആയിട്ട് എടുത്താൽ. അപ്പോൾ ഈ ഫ്രീ സർഫസിന് പാരലായിട്ടൊരു ആക്സിസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നുള്ള ആ സർഫസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലൂടെ അതിൻ്റെ ഏരിയനെ അതിൻ്റെ ആക്സിസ് വരെയുള്ള ഹൈറ്റിൻ്റെ സ്ക്വയറും ആയിരിക്കും അതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് A ഇൻറ്റു H ബാർ സ്ക്വയർ. ഇതിനകത്ത് IG എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ അത് ഏതിനകത്തോടെ, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഇത് ആക്സിസ് പാസ് ചെയ്യുമ്പോഴത്തേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് IG എന്ന് പറയുന്നത്. I0യ്ക്ക് പകരം ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും. H സ്റ്റാർ എന്ന് പറയുന്നത് IG പ്ലസ് AH ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ AH ബാർ എന്ന് പറയും. അപ്പോൾ നമുക്ക് IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് AH ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ AH ബാർ. അപ്പോൾ IG പ്ലസ്, അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. IG പ്ലസ് AH ബാർ പ്ലസ് ഇതിനകത്തുനിന്ന് ഒരു AH ബാറും AH ബാറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു H ബാർ സ്ക്വയറും ഒരു H ബാർ മാത്രമേ ഉള്ളൂ, H ബാർ. അപ്പം ഈ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ എന്ന് വരും. ഇതാണ് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ.